സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്ന്, ആൻവേര സണ്ണി കൊച്ചിയിലും ചേരുന്നു. ആദ്യം ജിബിൻ ജെബിയിലേക്കാണ്. ജിബിൻ, നിലവിലെ അലർട്ട് പ്രകാരം ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ മഴ തുടരും. അതായത് ഉത്രാടത്തിലും തിരുവോണത്തിലുമൊക്കെ മഴയ്ക്ക് സാധ്യത എന്ന പ്രവചനം വരുന്നു. എങ്ങനെയാണ് അലർട്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ? അമൃത, ഓണം മഴ കൊണ്ടുപോകുമെന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഇന്നു മുതൽ 27-ാം തീയതി വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള കടൽ തിരമാലകൾ തീരമേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 25, 26 ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നും 25-ാം തീയതി വരെ കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പ്രത്യേകിച്ച് ലക്ഷദ്വീപ് മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ കൂടി ഒഴിവാക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യക്തമായി പറഞ്ഞാൽ ഈ ഓണക്കാലം തീരുന്നതുവരെയും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ചക്രവാത ചുഴി. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ പെയ്യുന്നത്. ഇത് 27-ാം തീയതി വരെ തുടരും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ പുലർച്ചെ വലിയ രീതിയിലുള്ള മഴയുണ്ട്. ഇന്നും അർദ്ധരാത്രിയോട് കൂടി ആരംഭിച്ച മഴ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും നഗരമേഖലയിലും ഒരുപോലെ തന്നെ ഈ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇടവിട്ടുള്ള ഒരു മഴയായതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഒരിടത്തും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് വരുന്ന 5 ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. സുഹൈല അമൃത. ജിബിൻ, ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ രാവിലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും മറ്റ് സമയങ്ങളിലും മഴയുണ്ടായിരുന്നു. നമുക്കറിയാം ഇനിയിപ്പോൾ ഓണത്തിന് 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അത്തം വെളുത്ത സ്ഥിതിക്ക് ഓണം കറുക്കുമെന്നുള്ള ചെറിയൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുമുണ്ടായിരുന്നു. ഓണ വിപണിയെ ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ജിബിൻ? അമൃത, ഓണവിപണിയെ ഈ മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നാളെ ഉത്രാടപ്പാച്ചിലാണ്, പിന്നീട് തിരുവോണം. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ ഓണവുമായി ബന്ധപ്പെട്ട് സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അത്തരം സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ച് ഉത്രാടപ്പാച്ചിലിനും തലേന്ന്, അതായത് ഇന്നും ഉള്ള ദിവസങ്ങളിലാണ് സാധാരണയായി ഏറ്റവും അധികം ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും ഇത് വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അത് സാധാരണക്കാരെ, പ്രത്യേകിച്ച് ഇത് ചെറുകിട കച്ചവടക്കാരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. മാർക്കറ്റുകളിൽ ഈ പച്ചക്കറിയൊക്കെ ഇറക്കി അവർ റോഡിന്റെ വശങ്ങളിലാണ്, പ്രത്യേകിച്ച് കടയോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അത്തരം സാഹചര്യങ്ങളിലിരുന്ന് കച്ചവടം ചെയ്യുന്നവർ ഇത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരുണ്ട്, ചെറിയ രീതിയിൽ തുണികളൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിൽ വരുന്ന വ്യാപാരം നടത്തുന്നവർ, അവരെയൊക്കെയാണ് ഇത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കാനും ഇടയുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്, പലയിടങ്ങളിലും അവർ അത് ഈ മഴ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മഴ ഇടവിട്ട് പെയ്യുന്നതുകൊണ്ട് അത് ജാഗ്രത പുലർത്തിയിരുന്നു. ചെറിയ രീതിയിലൊക്കെ ഷീറ്റൊക്കെ വെച്ച് മറച്ചുകൊണ്ടുള്ള കച്ചവടങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലപ്രദമല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി മാറുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു കാറ്റിന് കൂടി സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞ ഈ 27-ാം തീയതി വരെ ഈ ഒരു അവസ്ഥ ഉണ്ടാകും സംസ്ഥാനത്ത് എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി തിരുവോണത്തിനുള്ളത് വെറും 2 ദിവസം മാത്രമാണ്. ആ 2 ദിവസം അത് കച്ചവടത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അമൃത, എന്നാലും ഈ എൽ നിനോ പ്രതിഭാസമൊക്കെ ഉള്ളത് കൊണ്ട് കാലവർഷത്തിൽ ചെറിയ കോട്ടം, ഏതാണ്ട് 50%-ലധികം മഴയൊക്കെ പല ജില്ലകളിലും കുറവായിരുന്നു. ഇതിനിടയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഒരുങ്ങുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്. ആ ന്യൂനമർദ്ദത്തിന്റെ ഇമ്പാക്ട് കൂടിയാണ് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിലെ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോൾ ആൻമരിയ സണ്ണി കൂടി കൊച്ചിൻ ചെയ്യുന്നു. ആൻമരിയ, എന്താണ് ഈ മധ്യകേരളത്തിലെ പൊതുമഴയുടെ സ്ഥിതി? അൻമരിയ പറയൂ, എന്താണ് മധ്യകേരളത്തിലെ മഴയുടെ സ്ഥിതി? എറണാകുളം ജില്ലയുടെ പല മേഖലകളിൽ ഇപ്പോൾ മഴയുണ്ടോ?
സുഹൈല, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. രാത്രിയോടുകൂടി തന്നെ നേരിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെയും മഴയുണ്ടായിരുന്നു. പക്ഷെ രാവിലെയോടുകൂടി അത് അല്പം ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ തോർന്ന നിലയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ആദ്യം മഴയൊന്ന് പെയ്യും, പിന്നീട് വീണ്ടും ശക്തി പ്രാപിക്കുന്ന നിലയിലേക്കാണ് മധ്യ കേരളത്തിലെ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ട്. അത് തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ മഴയുണ്ടായിരുന്നു. പക്ഷെ രാവിലെയോടുകൂടി ആ ജില്ലകളിലൊന്നും മഴയില്ല എന്നാണ് അറിയിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും കൊച്ചി നഗരം മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ ജില്ലയുടെ നഗരമേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുമെല്ലാം മഴ ശക്തമായ രീതിയിൽ തന്നെ പെയ്യുന്നു. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ഈ ഓണം മഴ കൊണ്ടുപോകുമോ എന്നൊരു ആശങ്കയും ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. കാരണം എറണാകുളം ജില്ലയെ നോക്കുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു തിരക്കുണ്ട്. അത് മഴ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മഴ പെയ്യല്ലേ എന്നൊരു പ്രാർത്ഥനയും ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നു. മറ്റു മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ജില്ലയിൽ എന്തായാലും ഇതുവരെ നൽകിയിട്ടില്ല. അതായത് മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം, അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി, ആ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊന്നും നിലവിൽ എന്തായാലും നൽകിയിട്ടില്ല. തീരപ്രദേശങ്ങളിൽ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കടലാക്രമണം ശക്തമാവുകയാണ് എങ്കിൽ മാത്രം മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ള ഒരു മുൻകരുതൽ നൽകിയിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. എന്തായാലും സുഹൈല, ഇന്നലെ മുതൽ തന്നെ എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിലെ മഴ ശക്തമായി പെയ്യുന്നു. ബാക്കി തൃശ്ശൂർ, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലകളിലൊക്കെ മഴ ഇന്നലെ വൈകുന്നേരം ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെയോടുകൂടി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൈൽ. ശരി. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടി ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.